ഇത് മാമല്ലപുരത്തേക്കുള്ള പ്രധാന കവാടം. മാമല്ലപുരത്തെ രഥങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. ശില്പങ്ങൾ നിറഞ്ഞ ഒരു മനോഹര നിർമ്മിതിയാണ് കവാടത്തിലുള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ പട്ടണമാണ് മാമല്ലപുരം. 7-ാം നൂറ്റാണ്ടിൻ്റെയും 8-ാം നൂറ്റാണ്ടിൻ്റെയും ഹിന്ദു സ്മാരകങ്ങളുടെ പേരിലാണ് ഈ അംഗീകാരം. ഇത് അർജുനന്റെ തപോവൻ, കൂറ്റൻ പാറയിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ. പല്ലവ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മാമല്ലപുരം. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ ഒന്നാമന്റെ പേരിലാണ് ഈ പട്ടണം അറിയപ്പെടുക. അദ്ദേഹം മാമല്ലൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അർജുനന്റെ തപോവനം. നിത്യവും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ എത്തുക. ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം പാറയുടെ ചരിവിൽ നിലയുറപ്പിച്ച ഈ കൂറ്റൻ പാറക്കല്ലാണ്. ഇത് കൃഷ്ണാസ് ബട്ടർബാൾ എന്ന പേരിൽ ലോക പ്രശസ്തമാണ്. ഈ കൂറ്റൻ പാറക്കല്ലിന് 6 മീറ്റർ ഉയരവും 5 മീറ്റർ വ്യാസവുമുണ്ട്. കൂടാതെ 250 ടൺ ഭാരമുണ്ട് ഈ കല്ലിന്. വെറും 1.2 മീറ്റർ മാത്രമാണ് നിലത്ത് മുട്ടിയിരിക്കുന്ന ഭാഗം. മഹാബലിപുരത്ത് പാറക്കല്ലുകൾ ഉജ്ജ്വല കാഴ്ചകൾ ഒരുക്കുന്ന സ്ഥലത്ത് ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും പല ക്ഷേത്രങ്ങളിലും പൂജകളില്ല. ഇത് അത്യന്ത കാമവല്ലഭേശ്വരം, ശിവൻ്റെ പേരിലുള്ള ക്ഷേത്രമാണ്. പക്ഷേ ഇവിടുത്തെ പ്രതിഷ്ഠ ഗണേശൻ്റേതാണ്. ഈ ക്ഷേത്രം തുറക്കാറുള്ളതാണ്. ഈ ക്ഷേത്രത്തിൽ പൂജകളുണ്ട്. 9:30 മണിക്കാണ് ദിവസവും രാവിലെ തുറക്കാൻ. ഞാൻ പല പ്രാവശ്യം വരുമ്പോഴും തിരക്കുള്ളത് കൊണ്ട് ഇന്ന് നേരത്തെ തന്നെ രാവിലെ തന്നെ പ്രഭാതത്തിൽ തന്നെ ഒരു 7:30ക്ക് ഞാൻ അകത്ത് വന്നിട്ടുണ്ട്. 9:30 ആകുമ്പോഴാണ് ഈ ക്ഷേത്രം തുറക്കുക. വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പരിസരവാസികൾ അത്രത്തോളം വിശ്വാസമർപ്പിച്ചിട്ടുള്ള ഒരു മനോഹര ക്ഷേത്രം. തീർച്ചയായിട്ടും വരുന്നവർ ഈ ക്ഷേത്രം കാണുക, ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കുക.
ഇത് മഹാബലിപുരത്ത് പാറക്കല്ല് തുരന്നെടുത്ത വരാഹക്ഷേത്രം. ശരിക്കും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയൊന്നുമില്ല. പാറക്കല്ലിൽ കൊത്തിയ കുറച്ച് ശില്പങ്ങൾ, വരാഹ അവതാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശില്പങ്ങൾ കാണാം. അതേപോലെ വാമനൻ്റെ അവതാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശില്പങ്ങൾ ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയും. മഹാബലിയുടെ ശിരസിലേക്ക് പാദം അമർത്തുന്ന വാമനൻ്റെ ഒരു ശില്പം അവിടെ ഉണ്ട്. അപ്പോൾ മനോഹരമായൊരു ക്ഷേത്രം. അപ്പം മാമല്ലപുരത്ത് എത്തുന്നവർ തീർച്ചയായിട്ടും വന്നിട്ട് നീ കാണുക വരാഹമൂർത്തി ക്ഷേത്രം. കല്ലുകൾ അത്ഭുത കാഴ്ചയൊരുക്കുന്ന മഹാബലിപുരത്താണ് ഇന്ന് നമ്മളുള്ളത്. ശരിക്കും മഹാബലിപുരത്തെ കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഓരോ പാറകൾ ഓരോ രൂപമാണ്. ഓരോ രൂപത്തിൽ വന്നത് അത് ഇരിക്കുന്ന അവസ്ഥ നമ്മൾ കാണുമ്പോൾ ഇതാരോ പിടിച്ച് അടുക്കി വെച്ചതുപോലെയാണ്, യോജിപ്പിച്ച് വെച്ച് നിർമ്മിച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്രത്തോളം കാവ്യാത്മകമായിട്ടാണ് ഇവിടുത്തെ ഓരോ പാറക്കല്ലുകളും ഓരോ രീതിയിലും ഓരോ സ്ഥലത്തും ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. വനവാസകാലത്ത് പാണ്ഡവർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. അറിയപ്പെടുന്നത് തന്നെ അർജുനൻ തപസ്സനുഷ്ഠിച്ച സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇതിനുള്ളിൽ തന്നെ ധാരാളം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. വരാഹമൂർത്തി ക്ഷേത്രമുണ്ട്, പിന്നെ ഗണേശൻ്റെ ഒരു ക്ഷേത്രം, ശിവപെരുമാളിൻ്റെ ഒരു ക്ഷേത്രം. അങ്ങനെ വളരെ മനോഹരമായി. എന്തായാലും ഞാൻ പലതവണ മഹാബലിപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ തിരക്കുള്ള സമയത്താണ് വരാറുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ തന്നെ 7 മണിക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അതിനാൽ തിരക്കില്ല, ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ്. അപ്പോൾ മഹാബലിപുരത്തെ കാഴ്ചകൾ തീർച്ചയായും വന്ന് കാണാനുള്ള ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്ഭുതമുണ്ടാവും ഇവിടുത്തെ കാഴ്ച. മഹാബലിപുരത്ത് പ്രകൃതി ഒരുക്കിയ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, എത്ര മനോഹരമായിട്ടാണ് ആ പാറക്കല്ലുകൾ. രണ്ട് ഭയങ്കരമായ ടൺ കണക്കിന് തൂക്കമുള്ള 2 പാറക്കല്ലുകളാണ് അതൊന്നിച്ച് ചേർന്നിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ കല്ലുകളും ഓരോ കഥ പറയുകയാണ്. അത്രത്തോളം വ്യത്യസ്തമായ, തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ് മഹാബലിപുരം.
മനോഹരമായ കുറ്റൻ പാറക്കല്ലുകൾക്കിടയിൽ ഒരു ക്ഷേത്രമാണ്. പാറക്കല്ല് തന്നെ വലിയൊരു പാറക്കല്ല് തുറന്നുണ്ടാക്കിയ ക്ഷേത്രമാണ്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും ക്ഷേത്രങ്ങൾ അതിനുള്ളിലുണ്ട്. എനിക്ക് തോന്നുന്നത് അത് പൂജകൾ നടക്കാത്ത ക്ഷേത്രമാണ്. വളരെ മനോഹരമായ ഒരു നിർമ്മിതിയാണ്. തീർച്ചയായും കാണേണ്ടത് തന്നെയാണ്. പല രൂപത്തിലുള്ള പാറകളുടെ അത്ഭുത കാഴ്ചയാണിവിടെ. കാഴ്ചയുടെ വസന്തമൊരുക്കുകയാണ് മാമല്ലപുരം. ഇവിടെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ആനക്കൂട്ടത്തിൻ്റെ ശില്പങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതോടൊപ്പം മയിലിനെയും കുരങ്ങിനെയും നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായൊരു നിർമ്മിതി. ദ്രൗപദിക്ക് കുളിക്കാനായി പാറയുടെ മുകളിൽ നിർമ്മിച്ച കുളം, തൊട്ടരികിൽ തന്നെ ധർമ്മരാജാവിൻ്റെ സിംഹാസനം, കല്ലിൽ കൊത്തിയെടുത്ത സിംഹാസനവും നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് സർവ്വനന്മകളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും. നന്ദി, നമസ്തേ, വണക്കം.